ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ടാറ്റ ആൾട്രോസിന്റെ ഫേസ് ലിഫ്റ്റ് വന്ന കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു 2026 ടാറ്റ ആൾട്രോസിൽ വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസിമിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ അൾട്രോസ് കണ്ടിട്ടുണ്ടാവും, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാറ്റയുടെ ഈ ഒരു വണ്ടി എടുക്കുന്നതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാച്ച് ബാക്കിൽ ആകെ ഡീസൽ വേരിയന്റ് ഈ ഒരു വണ്ടിയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 1500cc 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് പെട്രോളും CNG അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണ് 5 സ്റ്റാർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുന്നിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് മാത്രമാണ് പഴയതുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി മുൻഭാഗത്തേക്ക് നമുക്ക് ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഫുള്ളി LED ആയിട്ട് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിങ് ഡിഫറൻ്റ് ആയിട്ട് രീതിയിൽ പ്രൊജക്ടർ അല്ല, ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിങ് വണ്ടിക്ക് നല്ലൊരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി ഇത് ടോപ്പ് എൻ്റെ തൊട്ട് താഴെ വണ്ടിയാണ്. ഇതിൽ മുതൽ തന്നെ നമുക്ക് 360 ക്യാമറയുടെ ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ടാറ്റയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. 360യുടെ ക്യാമറ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയുള്ള ഡിസൈനിങ് ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു എയർ ഡാം വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ മുന്നിലത്തെ ഹെഡ്ലൈറ്റും ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നേരെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ബോണറ്റിന് വരെയുള്ള ക്യാരക്ടർ ലൈൻസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഷോർട്ട് ബോണറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു പോർഷൻ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പഴയൊരു വണ്ടിയായിട്ടുള്ള ഒരു സാമ്യം ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വൈപ്പേഴ്സ് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുകയാണെങ്കിൽ വലിയ വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീലാണ്. പഴയ ആൾട്രോസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിങ്ങിലേക്ക് മാറിയതായിട്ട് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. ഇനി നേരെ വശത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ഹെഡ്ലൈറ്റ് ഈ ഒരു വശത്തേക്ക് കയറിയിരിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങിന്റെ ഇതിലൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വണ്ടിയുടെ ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm കുറച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്, 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റിയും അതിന്റെ ലുക്കും നമുക്ക് ഇതിൽ തന്നെ കിട്ടും. പിന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 16 ഇഞ്ചാണ് വീൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ മെക്ഫെർസൺ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അലോയ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഇതിലേക്ക് പോകുമ്പോൾ അലോയ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ പറ്റും. ഇനി നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ മിറർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിററാണ്. നല്ല ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഈ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് കൊടുത്തിട്ട് ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ 360 ക്യാമറ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത ഹൈലൈറ്റ് ഫ്ലഷ് ഹാൻഡിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻസും കൊടുത്തത് കാണാൻ പറ്റും. 90 ഡിഗ്രിയാണ് ഡോർ വരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ A പില്ലർ ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട്. B പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. C പില്ലറിലാണ് ഇതിന്റെ ഡോർ ഹാൻഡിൽ ഇൻക്ലൂഡ് ആക്കിയത്. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ സസ്പെൻഷൻ വരുന്നത് ട്വിസ്റ്റ് ബീമാണ്. ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടൊരു സ്പോർട്ടി ആയിട്ടുള്ള ഫീല് നമുക്ക് ഈ ഒരു വശത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് ഒരു ഗ്ലോസി ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല അടിപൊളിയാക്കിയ രീതിയിലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നേരെ പിന്നിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈൽ ലാമ്പും സൈഡിലേക്ക് കയറിയിരിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാറ്റേൺ ഒക്കെ കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ടൈൽ ലാമ്പ് നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ ഒരു പാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഇവിടെയും ബ്രേക്ക് ലാമ്പ് പോകും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇൻഡിക്കേറ്റർ ചെറിയൊരു വിസിബിലിറ്റി പ്രശ്നം ഫീൽ ചെയ്യുന്ന രീതിയിൽ തോന്നുന്നുണ്ട്. പകലൊക്കെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വശങ്ങൾ ബാക്കിലെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ അൾട്രോസിന് നല്ല അടിപൊളിയായിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടാറ്റന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. 360 ക്യാമറ ഇവിടെയും നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു ഗ്ലോസി ഫിനിഷിങ് നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും ഈ ഒരു മുകൾ ഭാഗത്തൊക്കെ ഗ്ലോസി ഫിനിഷിങ് നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ലാമ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രേക്ക് ലാമ്പ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ വന്നിട്ടുണ്ട്. വൈപ്പർ വന്നിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇത് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിഫ്ലാക്ടർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു ലാമ്പ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ബ്ലാക്കിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ആ ഒരു പോർഷൻ ബ്ലാക്ക് ഔട്ട് ചെയ്തതും അതൊക്കെ കാണാൻ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു ലുക്ക് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കാം. ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിങ്ങിന്റെ ഒരു ബട്ടൺ വരുന്നത്. ഈ രീതിയിലാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. 345 ലിറ്റർ ആണ് പെട്രോൾ വണ്ടിക്കും ഡീസൽ വണ്ടിക്കും വരുന്നത്. ഇതിന്റെ CNGന്റെ വണ്ടിക്ക് നോക്കുവാണെങ്കിൽ 210 വരും. അതിൽ നിന്ന് വെച്ചാൽ ടാങ്ക് ഈ ഒരു പോർഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു CNGയിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്കി സ്പേസിൽ ഒരു ചെറിയൊരു കുറവ് വരുന്നുണ്ട്.
ഇനി നേരെ ഇതിന്റെ താഴേക്ക് നോക്കാം നമുക്ക്. സ്റ്റെപ്പിനി വീലും അതുപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് അടച്ചു വെക്കാം. പിന്നെ ചെറിയൊരു ഡിപ്പുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാർസൽ ട്രേ വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് ഇത് അടക്കാം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഷ് ഹാൻഡിലാണ് വരുന്നത്. ഇവിടെ തന്നെ മാനുവൽ കീയും അവൈലബിൾ ആയിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ ഇത് 90 ഡിഗ്രിയിലാണ് ഈ ഒരു ഡോറിന്റെ ഓപ്പണിംഗ് വരുന്നത്. 90 എന്ന് പറഞ്ഞാൽ പ്രോപ്പർ 90 ആണ്, അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഡോർ പാഡ് നോക്കുവാണെങ്കിൽ 2 കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ നല്ല സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കർ 4 ട്യൂട്ടറും വരുന്ന രീതിയിലാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നത്. ഇവിടെ സ്പീക്കർ, ഇവിടെ ട്യൂട്ടർ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്കിന് ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. നമ്മളുടെ ഇതിന്റെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോന്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ആംറസ്റ്റും ഇവിടെ ഇൻക്ലൂഡ് ആക്കി. ആംറസ്റ്റിനൊക്കെ ഒരു ക്ലോത്തിന്റെ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് സ്റ്റോറേജ് വരുന്നത്. ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. ഡോർ അടക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡൊക്കെയാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഗ്ലാസും കാണാൻ പറ്റും. 4 സ്പീക്കറും 4 ട്യൂട്ടറും വരുന്ന രീതിയിലാണ് ഇതിന്റെ സൗണ്ടിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ അൾട്രോസിന്റെ ഒരു ബാഡ്ജിങ്ങോട് കൂടി ഒരു ഗാർണിഷ് കാണാൻ പറ്റും. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ബസ് നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടണാണ് കാണാൻ പറ്റുക. പിന്നെ തൊട്ട് താഴെ ഒരു ഇതിന്റെ അതായത് ബോണറ്റിന്റെ ഓപ്പണിംഗ് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വിന്റെ ഈ രീതിയിലാണ് വരുന്നത്. സീറ്റ്സ് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പാറ്റേണിലുള്ള സീറ്റ്സ് വന്നിട്ടുണ്ട്. അതിലും മാനുവൽ ആയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഡോർ അടക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇത് ഫീൽ ചെയ്യും. അതായത് ഇതിന്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡോറിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടാറ്റ സാധാരണ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ ഡി ഷേപ്പ് ആണ് സ്റ്റിയറിംഗ് വീൽ. നമ്മുടെ ടാറ്റയിൽ കണ്ടുവരുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ ഉണ്ട്. എയർ ബാഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൾട്ടിനും ചൈൽഡിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുഷ് സ്റ്റാർട്ട് ബട്ടൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി വരും. ഈ രീതിയിലാണ് ഇത് സ്റ്റാർട്ടായി വരുന്നത്. ഉള്ളിലേക്ക് നല്ല സൈലന്റ് ആണ് വണ്ടി. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ടാറ്റന്റെ ബാഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി മാത്രമാണ് ഇതിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് AC-യുടെ ഫാന് പെട്ടെന്ന് കൂടുന്നുണ്ട്. ഈ ഒരു ടാറ്റയുടെ ബാഡ്ജിങ് ഓൺ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ഇതായി വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ മീറ്റർ ക്ലസ്റ്റർ ക്ലോസ് ആയെന്ന് കാണാം. അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ വരുന്നത്. ഇവിടെ RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡോ മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഡിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫ്യൂൽ ഗേജ് ഇത് എവിടെയാണ് വന്നിട്ടുള്ളത്, ഹീറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റത്തിന്റെ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതിലാണ് എല്ലാ ഇൻഡിക്കേഷൻസും വരുന്നത്. ഡ്രൈവിംഗ് മോഡ് ഉണ്ട്. ഇതിൽ ഡ്രൈവിംഗ് മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഇതിന് നോക്കുവാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിന്റെ കൺട്രോൾസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നേരെ മറുവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതെവിടെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വേറെ കൊടുക്കാതെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വൈപ്പറും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇവിടെയുള്ള ഒരു ഷേപ്പ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇത് ഇവിടെ എയർ ബാഗിന്റെ ഒരു ഇത് കൊടുത്തത് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഡാഷ്ബോർഡിന്റെ ഡിസൈനിങ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു പ്രീമിയം രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈനിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ 10.45 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് എല്ലാ കൺട്രോൾസും എല്ലാ ഡിസ്പ്ലേയും വരുന്ന ഇതിലേക്കാണ്. AC-യുടെ കാര്യങ്ങളും എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4+4 എന്ന രീതിയിലുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റ് കൊടുത്ത് കാണാൻ പറ്റും. ഇതിന്റെ കളർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഡാഷ്ബോർഡിന്റെ കളറിന്റെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ മനസ്സിലാവും. ഇവിടെ ഒരു ഇത് വൈറ്റ് അല്ല, വേറൊരു ബീജ് രീതിയിലുള്ള ഒരു കളർ ഗ്ലോസി ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആംബിയൻ ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് ഈ രീതിയിലാണ് തുറക്കേണ്ടത്. അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഗ്ലൗ ബോക്സിൽ. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അടക്കുമ്പോൾ അതിന്റെ സൗണ്ടിലൊക്കെ നമുക്ക് ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എയർ ബാഗിന്റെ ബാഡ്ജിങ് കാണാൻ 6 എയർ ബാഗ് വരുന്നുണ്ട്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഹസാർഡ് ബട്ടൺ ഇവിടെയാണ് ഹസാർഡ് ബട്ടൺ വരുന്നത്. ഇത് ഡ്രൈവ് മോഡാണ്. ഇതിപ്പോ ഡ്രൈവ് മോഡ് എക്കോയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ക്യാമറയുടെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ 360 ക്യാമറയുടെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ നമുക്ക് 360 സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു വണ്ടിയിൽ 360യുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 360. പിന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ മാറുന്നതിനനുസരിച്ച്, അതായത് ഞാനിപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് വ്യൂ വന്നിട്ടുണ്ട്. അത് നേരെ ഓഫാക്കി ഇനി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ
ലെഫ്റ്റിന്റെ ഒരു വ്യൂ ഇടുന്നത്. ഇതൊക്കെ നല്ല സേഫ്റ്റി ഫീച്ചറാണ്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ AC ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC വന്നിട്ടുണ്ട്. ഈ ഒരു ടച്ച് പാഡിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ AC ഓഫ്, അതുപോലെ തന്നെ ഗൂഗിൾ ഇതിന്റെ വോയിസ് കമാൻഡ് ഇതിൽ ഉണ്ട്. ഹേയ് ടാറ്റ, ടേൺ ഓൺ AC. അപ്പൊ ഈ രീതിയിൽ വോയിസിന്റെ കമാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹോം സ്ക്രീൻ നമുക്ക് ഒന്ന് നോക്കാം. ഇതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ന്യൂ വിഡ്ജറ്റ്, സെറ്റിങ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ നോക്കാം. AC-ന്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഫാൻ സ്പീഡ്, ടെമ്പറേച്ചർ ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ഇത് ഫ്രണ്ടിലത്തെയും അതുപോലെ തന്നെ റിയറിന്റെ ഡിഫോഗറിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത നോക്കിയോക്കാം സെറ്റിങ്സ് നോക്കുക. നെക്സ്റ്റ് മീഡിയ, ഇതിൽ തന്നെയാണ് സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇതിലാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഈ ഡോറിന്റെ ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടൊരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും. പാട്ടൊക്കെ വെച്ച് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് വെച്ച് കേൾപ്പിക്കാനൊരു ഓപ്ഷൻ ഇല്ല. ഈ AC-യുടെ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ഒക്കെയാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു SD നോക്കുകയാണെങ്കിൽ ഡോർ പാഡിന്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇനി നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിറർ, ഓട്ടോമാറ്റിക് ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. ഇതെവിടെ സെൻസർ ഉണ്ട്, ഇതിന്റെ വൈപ്പർ, ഇതാണ് റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പർ വന്നിട്ടുണ്ട്. അതിന്റെ സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ലൈറ്റ് ഈ രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ഇൻഡിക്കേഷൻ ആണ്. ഓൺ ഓഫ് ചെയ്യേണ്ടത് ഡാഷ്ബോർഡിന്റെ ഈ ഒരു വശത്താണ് ഓൺ ഓഫ് ചെയ്യേണ്ടത്. ആ രീതിയിൽ കൊടുത്തത്. അത് നമ്മുടെ ഈ ചൈൽഡ് സീറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുക. അതിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ രീതിയിലാണ് ഇതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ വാനിറ്റി മിറർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കോ ഡ്രൈവർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ എയർ ബാഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റിലും എയർ ബാഗ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സേഫ്റ്റിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഗിയർ നോബ് നോക്കുകയാണെങ്കിൽ ഇതാ 5 സ്പീഡ് ഗിയർ നോബ് ഇവിടെ കാണാൻ പറ്റും. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ചാർജിങ്ങിന്റെ ഓപ്ഷൻ വന്ന് കാണാൻ പറ്റും. 65 വാട്ടിന്റെ ഒരു C ടൈപ്പ് ചാർജിങ്, ഒരു USB ചാർജിങ്, 12 വോൾട്ടിന്റെ വേറൊരു ചാർജിങ്ങും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ വയർലെസ് ചാർജറാണ് വരുന്നത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ പിന്നിലേക്ക് വരുവാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക്, ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആംറെസ്റ്റ് നോക്കുവാണെങ്കിൽ തുറന്നു നോക്കാം. ഈ രീതിയിലാണ് ആംറെസ്റ്റിന്റെ സ്പേസ് വരുന്നത്. ചെറിയൊരു സ്പേസ് ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ്, മൈലേജ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാം കൊടുത്തിട്ടുണ്ട്. ടൈം, എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംബിയൻ ലൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്ത് അവിടെ ചെയ്യാൻ പറ്റും. ഇത് ബ്രൈറ്റ്നസ്, കളർ ഇതാ റെഡിലേക്ക് മാറ്റാം, മറന്നു മനസ്സിലാകും. ഈ രീതിയിൽ ആ കളറും എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി പഠിച്ചു വരുവാണെങ്കിൽ ഒരുപാട് പറയാനും ഉണ്ട് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സെറ്റ് പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്ത് ഓവറോൾ കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, ചെറിയ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേകൂടി ഒരു അംബ്രല ഹോൾഡർ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അംബ്രല വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കി. നമ്മൾ റോൾസ് റോയ്സിലൊക്കെയാണ് ആ ഒരു ഓപ്ഷൻ കണ്ടില്ല, ഇവിടെ കേട്ടോ. റോൾസ് റോയ്സിലൊക്കെയാണ് ആ ഓപ്ഷൻ കണ്ടില്ല, ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട്. ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് നോക്കാം. പിൻഭാഗത്തെ ഡോറ് 90 ഡിഗ്രി ആണ് വരുന്നത്. 90 ഡിഗ്രി ആയതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഡോർ കുറച്ച് ദൂരമായിട്ട് ഫീൽ ചെയ്യും. അത് 90 ഡിഗ്രി എല്ലാ വണ്ടികൾക്കും വരുന്നതാണ്. ഇനി നമുക്കിത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ഭാഗത്തേക്ക് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ഈ ഒരു സ്പേസിലുള്ള ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ AC-യുടെ രണ്ട് AC വിൻഡിനും ഒരു 65 വാട്ടിന്റെ ചാർജറും പിൻഭാഗത്ത് വന്നിട്ടുണ്ട്. തൈ സപ്പോർട്ട് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബാക്ക് സപ്പോർട്ടും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇരിക്കുവാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് ഇരുത്തം. പിന്നെ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 4 പേരാണെങ്കിൽ അടിപൊളിയായിട്ട് ലക്ഷറിയായിട്ട് യാത്ര ചെയ്യാം. 5 പേർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാം. കാരണം ഇത് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മടക്കി വെക്കുവാണെങ്കിൽ 3 പേർക്ക് നല്ല രീതിയിൽ ലാവിഷായി യാത്ര ചെയ്യാം. അതുപോലെ തന്നെ സെൻട്രൽ ടണലും വലിയ രീതിയിലുള്ള സെൻട്രൽ ടണലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ഇതിന്റെ പിൻഭാഗത്തെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പൊ നമ്മൾ വണ്ടിയുടെ രൂപഭംഗിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ കാര്യം നോക്കാം. എഞ്ചിൻ നോക്കുവാണെങ്കിൽ നമുക്കൊന്ന് ബോണറ്റ് തുറക്കാം. ബോണറ്റ് തുറക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ
അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ 3 വേർഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ, CNG. പെട്രോൾ നോക്കുവാണെങ്കിൽ 1200 cc 3 സിലിണ്ടർ ആണ് വരുന്നത്. അതിന് 86 bhp 115 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീസൽ നോക്കുവാണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ ആണ് വരുന്നത്. അതിന്റെ പവർ വരുന്നത് 89 bhp. അതുപോലെ തന്നെ ടോർക്ക് നോക്കുവാണെങ്കിൽ 200 Nm ടോർക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ CNGയിലേക്ക് പോകുവാണെങ്കിൽ 1200 cc CNG ആണ്, ICNG ആണ് അതിന്റെ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇത് നോക്കുവാണെങ്കിൽ 82 bhp 103 Nm ടോർക്കും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഗിയർ ബോക്സിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 5 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 സ്പീഡ് DCA വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 സ്പീഡ് AMTയും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ട്. ഇനി ഇതിന്റെ സേഫ്റ്റിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബോണ്ടിങ് ഔട്ട് അടക്കാം. 5 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. അതിൽ തന്നെ ഇത് കൂടാതെ ഇതിൽ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, 360 ക്യാമറ, ഐസോഫിക്സ് ചൈൽഡ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചറും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബോഡി ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. നല്ല സ്ട്രോങ് ആണ് ബോഡിയുടെ. നമുക്ക് ഇത് എവിടെയൊക്കെ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ബോഡിയുടെ കാര്യം. പിന്നെ ഡോർ അടക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇതിന്റെ മൈലേജ് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 18 ആണ്. ഒന്നുകൂടി റെഡി ആകുമ്പോഴത്തേക്ക് ഏകദേശം 18ഓളം കിട്ടുമെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.